ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റം അവസാനിക്കാറായി. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം തടയാനും ഇന്ത്യയുടെ സുരക്ഷ ശക്തമാക്കാനും അതിർത്തി വേലികൾ നിർമ്മിക്കുന്നത് ഇന്ത്യ പൂർത്തിയാക്കാറായി. ഒരു നുഴഞ്ഞുകയറ്റക്കാരനും ഇന്ത്യൻ അതിർത്തി കടക്കരുത് എന്നതാണ് കേന്ദ്രത്തിന്റെ ശക്തമായ തീരുമാനം. അതിനുവേണ്ട നടപടികളും കേന്ദ്രം മുന്നേ എടുത്തിരുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയുടെ ഏകദേശം 80% ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയുടെ ഏകദേശം 93% അതിർത്തി വേലികൾ ഉയർന്നു കഴിഞ്ഞു. ഹിമാലയ മുതൽ താർ കച്ച് വരെ വേലി കെട്ടിക്കഴിയാറായി എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ 4906 കിലോമീറ്റർ അതിർത്തിയാണുള്ളത്. ഇതിൽ 3239 കിലോമീറ്റർ അതിർത്തി വേലി പൂർത്തിയായി കഴിഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ 2289 കിലോമീറ്റർ ദൂരത്തിൽ അതിർത്തിയുണ്ട്. അതിൽ 2135 കിലോമീറ്റർ ദൂരത്തിൽ വേലി നിർമ്മിച്ചു കഴിഞ്ഞു. അതിവേഗം ഈ ജോലികൾ പൂർത്തിയാക്കാനാണ് ശ്രമം. അതേസമയം മാസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം വർദ്ധിച്ചു വന്നപ്പോൾ അതിർത്തി സംരക്ഷിക്കുന്നതിനുള്ള ലളിതവും എന്നാൽ ഫലപ്രദവുമായ ഒരു മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി കുച്ച്ബെഹറിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ മുള്ളുവേലികളുടെ 3.5 കിലോമീറ്റർ നീളത്തിൽ നിന്ന് BSF നിരവധി ഒഴിഞ്ഞ ഗ്ലാസ് കുപ്പികൾ തൂക്കിയിട്ടിരുന്നു. ബംഗ്ലാദേശ് എൻക്ലേവിനോട് ചേർന്നുള്ള ഒരു ഗ്രാമത്തിലെ താമസക്കാർ സ്ഥാപിച്ച വേലിയാണ് കുപ്പികൾ കെട്ടിയിരുന്നത്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിനു ശേഷം അതിർത്തികളിൽ സംഘർഷം പ്രകടമായി. 4000 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള അതിർത്തിയിൽ സുരക്ഷയും നിരീക്ഷണവും ശക്തമാക്കുന്നതിന് നടപടികൾ ആവശ്യമായി വന്നു. ചില്ലുകുപ്പികൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ശബ്ദം ഒരു മുന്നറിയിപ്പായി വർത്തിക്കും. ആരെങ്കിലും അതിർത്തി കടക്കാനോ മുള്ളുവേലികൾ തകർക്കാനോ ശ്രമിച്ചാൽ ആ ചലനം കുപ്പികൾ ശബ്ദമുണ്ടാക്കുകയും അലറാം ഉയർത്തുകയും നുഴഞ്ഞുകയറ്റക്കാരെ അകറ്റി നിർത്തുകയും ചെയ്യും എന്നതായിരുന്നു ഉദ്ദേശം. ബംഗ്ലാദേശിലെ സുരക്ഷാ മാറ്റത്തെ തുടർന്നുണ്ടായ അശാന്തിയെ തുടർന്ന് അന്താരാഷ്ട്ര അതിർത്തിയിലെ വേലിയില്ലാത്ത ഭാഗങ്ങളിലുള്ള ബംഗാൾ ഗ്രാമങ്ങളിലെ താമസക്കാർ തങ്ങളുടെ സുരക്ഷയ്ക്കായി വേലികൾ നിർമ്മിക്കണമെന്ന് BSFനോട് ആവശ്യപ്പെട്ടിരുന്നു. ടിൻബിംഗ ഇടനാഴിയിലൂടെ പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിച്ചിരിക്കുന്ന ഏക ബംഗ്ലാദേശി എൻക്ലേവായ ദഹാഘർ അങ്കർപേട്ടയുമായി അതിർത്തി പങ്കിടുന്ന ബഗ്ദ്രോ ഫുൽക്കബാഡ്രി പഞ്ചായത്തിൽ അന്തരൻ ഗർഗരിയ എന്ന ഗ്രാമത്തിലെ നിവാസികൾ സ്വന്തമായി വേലികൾ സ്ഥാപിച്ചു. ബംഗ്ലാദേശ് അതിർത്തി സേനയുടെ എതിർപ്പുകൾ വകവയ്ക്കാതെ തങ്ങളുടെ ജീവനും വിളകളും സംരക്ഷിക്കാൻ അത് ആവശ്യമാണെന്ന് അന്ന് ഗ്രാമവാസികൾ പറഞ്ഞിരുന്നു. 3.5 കിലോമീറ്റർ ദൂരം വേലി കെട്ടി. ഗ്രാമവാസികൾ സ്ഥാപിച്ചിരുന്ന വേലികൾക്ക് 4 മുതൽ 5 അടി വരെ ഉയരമുണ്ട്. BSFനായി CPWD നിർമ്മിച്ച വേലികൾ 10 മുതൽ 15 അടി വരെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉയരമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സ്ഥാപിച്ച വേലിയുടെ മുഴുവൻ ഭാഗവും BSF ഗ്ലാസ് കുപ്പികൾ തൂക്കിയിട്ടിരിക്കുകയായിരുന്നു എന്ന് ഗ്രാമവാസികൾ പറഞ്ഞു. ഇതൊരു ജാഗ്രതാ സംവിധാനമാണ്. അതിർത്തിയിൽ ദൃശ്യപരത വർദ്ധിപ്പിക്കുന്നു. മൊഗ്ലി കച്ചിനോട് അടുത്തുള്ള ഗ്രാമത്തിൽ വേലി കെട്ടുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച അനൂപ് റോയ് പറഞ്ഞു. വർഷങ്ങളായി ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ എൻക്ലേവിന്റെ വേലിയില്ലാത്ത ഭാഗം കള്ളക്കടത്തിനോ ഇന്ത്യയിലേക്ക് കടക്കുന്നതിനോ ഉപയോഗിച്ചിരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ വേലിക്ക് സ്ഥാപിച്ചതിനു ശേഷം പ്രദേശത്തെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിലച്ചു. വിളവെടുപ്പിന് തൊട്ട് മുമ്പ് ബംഗ്ലാദേശി കുറ്റവാളികൾ തങ്ങളുടെ വിളകൾ മോഷ്ടിക്കാറുണ്ടായിരുന്നു. അതും നിലച്ചുവെന്നും അവർ പറഞ്ഞു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.